പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പാകെ വീഡിയോയിൽ വരികയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും പ്രത്യേകിച്ചൊരു പ്രാർത്ഥന വിഷയം കൂടി പറയുകയാണ്. വലിയ പ്രതിസന്ധിയിലൂടെ മുൻപോട്ട് പോകുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ ഞെരുക്കത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രോഗ്രാം കഴിഞ്ഞു. കർത്താവ് അത്ഭുതകരമായ വഴി തുറന്നു. അങ്ങനെ അതിനെ നിവർത്തീകരിച്ചു. 1000 മണിക്കൂർ പ്രാർത്ഥന കഴിയുവാൻ ഭാഗ്യം ലഭിച്ചു. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോർത്ത് ഇന്ത്യയിലുണ്ടായിരിക്കുന്ന ഒരു വീഡിയോസ് ഇട്ടായിരുന്നു. അടുത്തൊരു വീഡിയോ 2012 21 പേര് ഛത്രപ്പൂരിൽ പ്രാർത്ഥിച്ച വിഷയമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത്. എന്നാൽ ഇപ്പോൾ ഒരു വിഷയം കുറച്ച് ഇടാൻ പറ്റി പൂർത്തീകരിക്കുന്നതിനായിട്ട് ടൈം കിട്ടത്തില്ല. അത് കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് അങ്ങനെ എനിക്ക് അറിയില്ല അതിൻ്റെ ആഡ് ചെയ്യാൻ. 2013 ഞാൻ പൂർണിയയിൽ വെച്ച് ഒരത്ഭുതം ദൈവം ചെയ്തു. പൂർണിയയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോകുന്ന വണ്ടി മാത്രമേ പോകുന്നുള്ളൂ. ആ റോട്ടിൽ മുഴുവനും പട്ടാളവും പോലീസുകാർ ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ അപ്പുറത്തെ പറമ്പിൽ സന്താളി ആദിവാസികൾ അമ്പും വില്ലും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. പറമ്പിൻ്റെ മധ്യത്തിൽ ഒരു പുക പൊങ്ങി വരുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നമ്മളതിനെക്കുറിച്ച് വലിയ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിൽക്കുമ്പോൾ പൂർണിയയിലെ സെൻറ്റ് തോമസ് മൗണ്ട് സിയോ സ്കൂൾ, സെൻറ്റ് തോമസ് മൗണ്ട് സിയോനോ സ്കൂൾ, സോറി മൗണ്ട് സിയോനോ സ്കൂൾ, ജോസ് ഡാനിയൽ സാറിൻ്റെ സ്കൂളാണ്. വലിയ സ്കൂളാണ്. ആ സ്കൂളിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് സാറ് പറയുകയാണ്, ഇങ്ങനെ നമ്മളെ ഇവിടെ 4 കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനൊരു ജന്മിയാണ്. ആ മനുഷ്യനെ സന്താളി ആദിവാസികൾ പച്ചക്കിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നൂനമാലക നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങോട്ട് ഈ കുഞ്ഞുങ്ങളെ തേടി വരും. ഞാൻ ജോസ് ഡാനിയൽ സാറിനോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ മരിക്കത്തില്ല, മരിക്കാതിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ വർണ്ണിക്കുമെന്നുണ്ട്. അതുകൊണ്ട് സാറ് റൂമിൽ പോയി കിടന്നോളൂ, ഞാൻ വാതിക്കൽ സെക്യൂരിറ്റി ആയിട്ട് ഇരുന്നോളാമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി സന്താളി ആദിവാസികളെല്ലാം മുമ്പിലൂടെയൊക്കെ പോയെങ്കിലും വന്നില്ല. ഞാൻ എൻ്റെ ബലത്തിലല്ല അത് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലത്തിലാണ്. എന്നാൽ 4 മണിയായപ്പോഴത്തേക്കും ഞാൻ ചെന്ന് പറഞ്ഞു, നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ആക്കണം, 80 കിലോമീറ്റർ അപ്പുറത്താണ്, കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ ജോസാറിനെ നിർബന്ധിച്ച് അവരെയും കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് ആക്കി. തിരിച്ചു വന്നപ്പോൾ അതേ ദേശത്ത് ഒരു കൺവെൻഷൻ റെഡിയാക്കി. അന്ന് കൺവെൻഷന് രാത്രി പ്രസംഗിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഞാൻ മലയാളത്തിൽ പറഞ്ഞു, ഹിന്ദിയിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ജോസാർ ചെയ്തു, സന്താളി ഭാഷയിൽ വേറൊരാൾ ചെയ്തു. എന്തിനേറെ പറയുന്നൊരു ദൈവപ്രവൃത്തിയായി മാറി. അങ്ങനെ ഒന്ന് കാണുവാനും അവിടെ ഒരു കൺവെൻഷന് പ്രസംഗിക്കുവാനും ആ 4 കുഞ്ഞുങ്ങളെയും കൊണ്ടാക്കി. അങ്ങനെ ഒരു വലിയൊരു ധൈര്യം എനിക്കന്ന് പകലിൽ ലഭിച്ചു. കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ഓർത്ത് പ്രാർത്ഥിക്കുക. ഏതാണ്ട് 300 പോയിൻറ്റ്സ്, 300 ഭാഗം, ഇതുപോലെ 300 സ്ഥലങ്ങളിൽ പോയി 300 സ്ഥലത്തെ വിഷയം നിങ്ങളോട് എനിക്ക് പങ്കുവെക്കുവാനുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.